മറിയെടുത്ത് നീ എന്താ പറഞ്ഞേ? സാധാരണ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പറയാറുള്ളത് തന്നെ, എന്റെ വെപ്പാട്ടിയായിട്ട് വരാൻ പറ്റുമോ? അങ്ങനെ പറയാം. പറയൂടാ. ഓ, നാട്ടിലുള്ള എല്ലാ പടകൾക്കും മക്കാലത്ത് പിടിക്കാൻ നടക്കുന്നൊരു പൂവൻ. ഇനി മേലാൽ അവരുടെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞായിട്ട് ഞാൻ അറിഞ്ഞാൽ നിന്റെ എല്ലി ഞാൻ ബാക്കി വെക്കില്ല. അവളാണ് എന്നെ പറയാൻ നടക്കുന്നത്. എന്നാൽ അവളെ കല്യാണം കഴിക്കടാ. കല്യാണം എന്ന വാക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ നാട് മുഴുവൻ വെപ്പാട്ടിയെ വെക്കത്തോളാം? നാടുതോറുമല്ല, വേണമെങ്കിൽ വീട് തോറും വെക്കും. എന്റെ തടിക്ക് ആരോഗ്യമുണ്ട്, വീശി എറിയാൻ കാശുണ്ട്. ഇന്ന് മറിയോട് ചോദിച്ചു, നാളെ ലളിതയോടും ചോദിക്കും. ബെഡ്റൂമും കല്ലിൽ കൊത്തി വെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്നാൽ ഞാൻ അതിനോടും ചോദിക്കും. പക്ഷേ ഇവരാരും തന്നെ തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കില്ല. എവരെയല്ലേ നിനക്ക് വേണ്ടത്? നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു. ഇല്ലെങ്കിൽ അവന്റെ ഒരു കഷണം ഞാൻ ബാക്കി വെക്കില്ലായിരുന്നു. തന്തയ്ക്ക് പറയാത്തവനെ എനിക്ക് എന്റെ തന്ത ആരാന്നറിയാം. അവന് തന്ത പലതാ. ഞാൻ ഇത്രയും നികൃഷ്ടജീവിയാണോ? തന്തയുടെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണ്. ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടെ കൂടെ ചിന്തിച്ചു നോക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷെ വീട്ടിൽ എത്രയോ ആണുങ്ങൾ വരുമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയധികം ബന്ധുക്കളോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കുറേശ്ശെ എനിക്ക് മനസ്സിലായി അമ്മയുടെ പോക്ക് ശരിയല്ലെന്ന്. വരുന്ന ആണുങ്ങളെ സൽക്കരിക്കാനേ എൻ്റെ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. വീട്ടിൻ്റെ ഒരു മൂലയിൽ ഞാനൊരു അനാഥനം പോലെ കിടക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അമ്മ കല്യാണം കഴിച്ചു. അതിനുശേഷം വീട്ടിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അച്ഛ എന്ന് വിളിക്കണം എന്ന് അമ്മ പറഞ്ഞു തന്നു. അച്ഛൻ വന്നു കഴിഞ്ഞു. എൻ്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതി. പക്ഷെ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു. എനിക്കൊരു കൊച്ചനുജൻ ജനിച്ചു. അവരുടെ ശ്രദ്ധയും ലാളനയും എല്ലാം അവനിലായിരുന്നു. പഴയതുപോലെ വീട്ടിലെ തിണ്ണയായിരുന്നു എൻ്റെ വാസസ്ഥലം. അനിയനെ മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞതിന് കിട്ടിയ സമ്മാനം ചവിട്ടും തൊഴിയുമായിരുന്നു. എല്ലാം സഹിച്ചു ഞാൻ സഹി കെട്ടു. സഹിക്കും തോറും കൂടുതൽ ഉപദ്രവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം ഞാൻ അമ്മയോട് കാശ് ചോദിച്ചു. അമ്മ തരികയില്ലെന്ന് പറഞ്ഞു. കയ്യിലിരിക്കുന്ന ഉടഞ്ഞ കുപ്പി കൊണ്ട് അമ്മയെ കുത്തിക്കളയുമെന്ന് പേടിപ്പിച്ചു. അമ്മ ഭയന്ന് കാശ് തന്നു. കാശുണ്ടാക്കാൻ ഇതാണ് മാർഗമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം. ആരാ ഇത്? മേനോൻ സാറോ? താൻ എവിടെയായിരുന്നോ? ഞാനിവിടെ തന്നെ ഉണ്ട്. തന്റെ മടിയിലൊന്നുമില്ലല്ലോ. നിറയണ്ടേ? ജോലിയെല്ലാം ഉണ്ടോ? കയറിക്കോ, പറയാം. ഓ, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേച്ച് പോകുന്നത്? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ യൂണിയൻ ലീഡർ കേശവനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും.
നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താണ് പക? എന്റെ പൊന്നനിയ, എനിക്കൊരു ഉപകാരം ചെയ്യാം. പണം കിട്ടിയാലേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തു വേണം പറയൂ, ഞാൻ തരാം. ഫാക്ടറിയിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ നില വളരെ ഗുരുതരം. എവിടെയൊക്കെ ഓടി കഷ്ടപ്പെട്ടാണ് എനിക്ക് മരുന്ന് കിട്ടിയത്. പക്ഷെ നിങ്ങൾ എന്നെ അനങ്ങാൻ വയ്യാതാക്കിയില്ലേ? ഞാൻ എന്ത് ചെയ്യും? കഴിയുന്നതും വേഗം ഈ മരുന്ന് അവിടെ എത്തിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. ബാലരാമപുരത്ത് കുമരകം അച്യുതന്റെ വീടാ. ഈ സഞ്ചിയിൽ ഇഞ്ചക്ഷൻ ഉള്ള മരുന്നുണ്ട്. ദയവ് ഇത് അവിടെ ഒന്ന് എത്തിക്കണം. വേഗം ചെല്ലു. ഇതൊക്കെ എന്റെ നിത്യതൊഴിലാണ്. എന്തിനെങ്ങനെ കയറി വരുന്നു? ചിത്രം നാശമായി പോയല്ലോ. ഞാൻ ഇപ്പോഴും അതിനൊന്നും അല്ല വന്നേ. പിന്നെ എന്തിനു വന്നെന്നാ ചോദിച്ചത്? എന്റെ മനസ്സിലൊരു സുഖവുമില്ല. ആരുടെങ്കിലും കുറച്ച് തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി. ആഹാ, തനിക്ക് കുമ്പസാരിക്കാൻ എന്നെയാണോ കിട്ടിയത്? എനിക്ക് വേറെ ആരും ഇല്ലല്ലോ മലതി. അതിനിപ്പോ ഞാനെന്താ വേണം? ഇതിപ്പോ കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്തുകയാണല്ലോ. മതി മതി, എണീക്കൂ. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. വേറെ സ്ഥലം നോക്ക്. എണീക്കൂ. എണീക്കാനാ പറഞ്ഞത്. ശോഭ നിശേഷം മാറിയല്ലോ.